ഗസ സിറ്റിയിൽ ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയതോടെ പരക്കം പാച്ചിലിൽ ഫലസ്തീനികൾ. ബോംബിങ്ങിന് പുറമെ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് നടത്തുന്നത്. ആക്രമണത്തിൽ 33 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 6 ലക്ഷത്തോളം ഫലസ്തീൻകാരാണ് ഗസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിനകം 3.5 ലക്ഷത്തോളം പേർ പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മഹ്മൂദ് യൂസഫ് അബു അൽഖീറിനെ വധിച്ചെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഹമാസ് സൈനിക ഇന്റലിജൻസ് ഉപമേധാവിയാണ്. ഗസയിൽ വൻ സൈനിക ശക്തി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. 48 മണിക്കൂർ നേരത്തേക്ക് തുറന്ന താൽക്കാലിക രക്ഷാപാത അടയ്ക്കുന്നതായും സൈന്യം അറിയിച്ചു. തെക്കൻ ഗസയിലേക്കുള്ള ഏക പാതയായ അൽ റാഷീദ് റോഡ് ഉപയോഗിക്കാനും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഒരുമിച്ചാണ് ഗസ സിറ്റിയിൽ ആക്രമണം നടത്തുന്നത്. 72 മണിക്കൂറിനിടെ 60,000 പേർ നഗരം വിട്ടതായി UN ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. അതിനിടെ ഇസ്രായേൽ അതിർത്തിയിൽ നൂറുകണക്കിന് ഇസ്രായേൽ പൗരന്മാർ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ട് പ്രകടനം നടത്തി. അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ജോർദാനുമിടയിലെ പാത ഇസ്രായേൽ അടച്ചു. കഴിഞ്ഞ ദിവസം ജോർദാനിൽ നിന്ന് സഹായവുമായി എത്തിയ സംഘത്തിലെ ഒരു ട്രക്ക് ഡ്രൈവർ നടത്തിയ വെടിവെപ്പിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണിത്. അതിർത്തിയിൽ ജോർദാൻ നദിയിലെ അലൻബി പാലവും അടച്ചു. ജോർദാൻ ഇസ്രായേൽ മുഖ്യ വ്യാപാര പാതയാണിത്. വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഫലസ്തീൻകാരും ജോർദാൻ വഴിയാണ് പുറത്തു കടക്കുന്നത്. അതേസമയം ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഒരു സംഘം ഡെമോക്രാറ്റ് അംഗങ്ങൾ US സെനറ്റിൽ അവതരിപ്പിച്ചു. ഇതാദ്യമായിട്ടാണ് US സെനറ്റിൽ ഫലസ്തീൻ അനുകൂല പ്രമേയം. ഡെമോക്രാറ്റ് പക്ഷത്തുള്ള സ്വതന്ത്ര സെനറ്റർ ബേണി സാൻഡേഴ്സ് കഴിഞ്ഞ ദിവസം ഗസയിലേത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യമായിട്ടാണ് ഒരു US സെനറ്റർ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപണം ഉയർത്തുന്നത്. ഇതിനിടെ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കാൻ US കോൺഗ്രസിന്റെ അനുമതി തേടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $6 ബില്യൺ ആയുധങ്ങൾ വിൽക്കുന്നതിനാണ് അനുമതി തേടിയത്. ഗസയിലെ ആക്രമണങ്ങളുടെ പേരിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിനിടയിലാണ് ട്രംപിന്റെ നീക്കം. $3.8 ബില്യൺ 30 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ, $1.9 ബില്യൺ വാഹനങ്ങൾ എന്നിവയെല്ലാം ഇസ്രായേലിന് US നൽകും. ഇതിനു പുറമെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് $750 ബില്യൺ സഹായവും US നൽകും. ഗസയിൽ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കുന്നതിനിടയിലാണ് കൂടുതൽ ആയുധങ്ങൾ നൽകിയുള്ള US സഹായം. അതേസമയം ആയുധ വിൽപ്പന സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കാൻ US പ്രതിരോധ മന്ത്രാലയം തയ്യാറായിട്ടില്ല. വാൾ സ്ട്രീറ്റ് ജേണലാണ് ആയുധ വിൽപ്പന സംബന്ധിച്ച വാർത്തകൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഗസയിൽ ഹമാസ് ഒളിച്ചിരിക്കുന്ന പല കേന്ദ്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത്.